നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സ്ത്രീകൾ ജോലിക്ക് പോകണം കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതിനൊരു വ്യൂവർ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. സ്ത്രീകൾ ജോലിക്ക് പോകുമ്പോഴാണ് അവർക്ക് ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ടും കൂടെ സ്ത്രീകൾ അറിയണം എന്നുള്ളത്. അതൊരു ശരിയായ പോയിൻ്റായിരുന്നു, ഞാൻ പറയാൻ വിട്ടതാണ്. ശരിക്കും ജോലിക്ക് പോകാത്ത സ്ത്രീകൾക്ക് അറിയുന്നില്ല പുരുഷന്മാർ എത്രയോ ബുദ്ധിമുട്ടിയിട്ടാണ് ജോലി സ്ഥലത്ത് പോയി ജോലി ചെയ്ത് സമ്പാദിച്ച് കൊണ്ടുവരുന്നത്. ആ പണത്തിൻ്റെ മൂല്യമൊക്കെ അറിയണമെങ്കിൽ നമ്മൾ ജോലിക്ക് പോകുമ്പോൾ തന്നെയാണ് നമ്മൾ ജോലിക്ക് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും കൂടെ മനസ്സിലാക്കുള്ളൂ. അപ്പോൾ എന്തായാലും സ്ത്രീകൾ ജോലിക്ക് പോകണം. ഇന്ന് ഈ വീഡിയോയിൽ പറയാനുള്ളത്, ജോലിക്ക് പോകുന്നിടത്ത് നമ്മൾ അർഹിക്കപ്പെടുന്ന, നമുക്ക് അർഹതയുള്ള വേതനം കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ്. ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ സ്ത്രീക്കും പുരുഷനും തുല്യമായ ശമ്പളം തന്നെയാണ് കിട്ടുന്നത്. അത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര ഗവൺമെൻറ് ആയാലും കേരള ഗവൺമെൻറ്റിൻ്റെ ആയാലും നമുക്ക് അങ്ങനെ ശമ്പളം അങ്ങനെയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മളൊരു അതായത് പ്രൈവറ്റായിട്ട് നമ്മൾ ജോലി, ഇപ്പോൾ എല്ലാവർക്കും ഗവൺമെൻറ് ജോലി കിട്ടിക്കൊള്ളണമെന്നൊന്നുമില്ലല്ലോ. നമ്മളുടെ പഠിപ്പിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ജോലികൾ നമ്മൾ പുറത്ത് പല സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും നമുക്ക് ഫിസിക്കലി, അതായത് പുരുഷന്മാരുടെ അത്രയും ആരോഗ്യത്തോടുള്ള വർക്ക് ചെയ്യാനൊന്നും എന്തായാലും സ്ത്രീകൾക്ക് കഴിയില്ല. അവിടങ്ങളിൽ പുരുഷന് എന്തായാലും ശമ്പളം കൂടുതൽ കിട്ടണം. പക്ഷേ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ഇരുന്നിട്ട് ജോലി ചെയ്യുന്ന വർക്കാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന അതേ ജോലി തന്നെയാണ് ഒരു പുരുഷൻ ചെയ്യുന്നതെങ്കിൽ കൂടിയിട്ട് സ്ത്രീക്ക് തുല്യമായ വേതനം കിട്ടുന്നില്ല. അത് നമ്മൾ ഏത് വർക്ക് ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചാലും മനസ്സിലാവും. സ്ത്രീകൾക്ക് അർഹിക്കുന്ന ഒരു ശമ്പളം എവിടെയും ആരും കൊടുക്കുന്നില്ല. അതിനെതിരെ ആരും സംസാരിക്കാനും ഇല്ല എന്ന് പറഞ്ഞ പോലെ വേണമെങ്കിൽ പറയാം. കാരണം സ്ത്രീകൾക്ക് ജോലി ആവശ്യമുള്ളത് കൊണ്ട് അവർ എത്ര കഷ്ടപ്പെട്ടായാലും ആ ജോലി ചെയ്യാണ്. സ്ത്രീകൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കും ആ ജോലി ചെയ്യുന്നുണ്ടാവുക. കാരണം അവർക്കതൊരു ആവശ്യമായതുകൊണ്ടാണ് അവർ ആ ജോലിയിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്ക് അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നില്ല. ചിലപ്പോൾ 1-2 മണിക്കൂറിൻ്റെ വ്യത്യാസത്തിൽ സ്ത്രീകൾ നേരത്തെ ഇറങ്ങുന്നതിൻ്റെ ബേസിൽ ചിലവർ ശമ്പളം കുറയ്ക്കും. പക്ഷെ ഒരു 9 to 5 അല്ലെങ്കിൽ ഒരു 8 to 5 വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ സ്ഥാപനത്തിൽ സ്ത്രീയും പുരുഷനും ഒരേപോലത്തെ വർക്കാണെങ്കിൽ പോലും അവിടെ ഈ എന്താ പറയുക, 2 കാണിക്കലുണ്ട്. സ്ത്രീക്ക് കുറവ് ശമ്പളം, പുരുഷന് അതേ ജോലിക്ക് തന്നെ കൂടുതൽ ശമ്പളം. അതിന് എന്താണ് ഒരു മാർഗം? ഇന്ന് നമുക്ക് കുറേ ലേബർ ഓഫീസുകളുണ്ട്. പല ലേബർ ഓഫീസർമാരും ഇടയ്ക്കൊക്കെ ഒന്ന് വന്നിട്ട് വിസിറ്റ് ചെയ്തിട്ട് പോവുകയൊക്കെ ചെയ്യും. നമ്മളെ പേരും അഡ്രസ്സും എന്താ, നമുക്ക് ജോലിയിൽ എങ്ങനെയാണെന്നൊക്കെ അന്വേഷിച്ച് പോകുന്നൊക്കെ ഉണ്ട്. നമ്മളുടെ പേര് രജിസ്റ്റർ ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ആ അന്വേഷണം അങ്ങനെ പോകുമെന്നുള്ളൂ. ആ സമയത്ത് നമ്മുടെ സ്ഥാപനത്തിലെ മേലധികാരികൾ എന്ന് പറയും, അവർ വന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ നിലനിൽപ്പ് നോക്കിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. പക്ഷെ അതിൽ പലരും ചിലപ്പോൾ നുണകളായിരിക്കും പറയേണ്ടി വരിക. നമുക്ക് കിട്ടുന്ന ശമ്പളത്തെക്കാട്ടിയും കൂടുതൽ കിട്ടുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത് നമ്മുടെ സ്ഥാപനത്തിന് നമ്മൾ രക്ഷപ്പെടുത്തും. പക്ഷെ ഒരിക്കലും സ്ത്രീക്ക് തുല്യമായ ശരിക്കും സ്ത്രീയാണ് സ്ഥാപനത്തിൽ ജോലിക്കിരുത്തിയ ആ സ്ത്രീ ചെയ്യുന്ന ഉത്തരവാദിത്വത്തോടോ കെയറോടോ കൂടി ഒരു പുരുഷൻ ചെയ്യുന്നുണ്ടാവില്ല. ചെയ്യുന്നവരുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ സ്ത്രീകൾക്ക് കുറച്ചും കൂടെ അവരവരുടെ വീട് നോക്കുന്ന അതേ കെയറിങ്ങിലായിരിക്കും അവരുടെ സ്ഥാപനം നോക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് അങ്ങനെ കുറച്ചും കൂടെ കള്ളത്തരം ചെയ്യാനോ വെട്ടിപ്പ് നടത്താനോ ഒക്കെ പേടിയുള്ളവർക്ക് സ്ത്രീകൾ അവരൊരിക്കലും കള്ളത്തരം ചെയ്തിട്ടോ നമ്മുടെ സ്ഥാപനത്തിനെ താഴ്ത്താനുള്ള ഒരു പരിപാടി അവർ ചെയ്യില്ല. പക്ഷെ എങ്കിൽ കൂടി സ്ത്രീകൾക്ക് കിട്ടുന്ന ശമ്പളം എപ്പോഴും കുറവാണ്. എത്ര ഹാർഡ് വർക്ക് അവർ ആത്മാർത്ഥമായിട്ട് അവർ ആ വർക്ക് ചെയ്തെങ്കിലും കൂടിയിട്ട് അവർക്ക് അർഹിക്കുന്ന ശമ്പളം കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ സ്ത്രീക്ക് കിട്ടുന്ന ശമ്പളമാണ് അതിന്ന് 1 രൂപ പോലും മിസ്സാവാതെ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കുന്നുള്ളൂ. ഒരു പുരുഷന് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് പല വഴിക്ക് അവർക്ക് അവരുടേതായ ചായ കുടിക്കാൻ പോകും, വീട് കളിക്കാൻ പോകും, കുടിക്കാൻ പോകും, അങ്ങനെ 100 ആവശ്യങ്ങൾ അവർക്കുണ്ടാവും. പക്ഷെ സ്ത്രീകൾ അങ്ങനെയല്ല. എല്ലാ സ്ത്രീകളും അല്ല, കുടുംബത്തെ കഷ്ടപ്പാട് അറിയുന്ന സ്ത്രീകൾ അതിന് 1 രൂപ പോലും അവരത് കളയാതെ എങ്ങനെ 1 രൂപയെങ്കിലും അല്ലെങ്കിൽ ഒരു 10 രൂപയെങ്കിലും അതിന് കൂടെ കൂട്ടാന്ന് ആഗ്രഹിച്ചിട്ടാണ് ഒരു ജോലിക്ക് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുള്ള ആ ശമ്പളം പോലും പുരുഷന് കൂടുതൽ കൊടുത്തിട്ട് അത് വേസ്റ്റാക്കുകയും സ്ത്രീക്ക് അർഹിക്കുന്ന ശമ്പളം കൊടുക്കാതെ ഉള്ള ശമ്പളം തന്നെ അവർ ഉള്ളത് എങ്ങനെയും കുടുംബത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് എന്നൊരു സമത്വം എവിടെയും കിട്ടുന്നില്ല. അതിനെതിരെ പലരും പല രീതിയിലൊക്കെ പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപ്പം അതൊരു ആക്ടിവിസ്റ്റായി പലതായി. അപ്പോൾ ആ സ്ത്രീക്കില്ലാത്ത കുറ്റങ്ങളായി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആരും അങ്ങനെ പ്രതികരിക്കില്ല. എല്ലാവരും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടിട്ട് അങ്ങനെ ജോലി ചെയ്ത് അവരുടെ ജന്മം കളയുകയാണ്.
നല്ല നല്ല ജോലി, നല്ല കഴിവുള്ളവരായിരിക്കും. അവരുടെ കഴിവ് ഉപയോഗിച്ച് അവരെ കഴിവിനനുസരിച്ച് അവർ ആ ജോലി ചെയ്തിട്ട് പോലും അർഹിക്കുന്ന ശമ്പളം അവർക്ക് കിട്ടുന്നില്ല. ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ എൻ്റെ ഒരു പ്രതികാരം അല്ലെങ്കിൽ ഒരു പ്രതികാരം എനിക്കിതിനെതിരെ എന്ത് പറയാൻ പറ്റുമെന്നുള്ളത് മാത്രം ഞാനൊന്ന് പറയുന്നു. അല്ലാണ്ട് ഞാനടക്കമുള്ള സ്ത്രീ ഞാൻ പോലും പുറത്തു പോയിട്ട് പറയില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ നമ്മൾ എന്താണോ അതിനുള്ള ധൈര്യം നമുക്ക് വരിക എന്നുള്ളത് അറിയില്ല. ധൈര്യമുള്ളവരെങ്കിലും ഒന്ന് പ്രതികരിക്കുക. എത്രയോ സ്ത്രീകളെ അവരുടെ നല്ല സമയം മുഴുവൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് പണിയെടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അവർക്കാണെങ്കിൽ അർഹിക്കുന്ന ശമ്പളവും കിട്ടുന്നില്ല. എന്നാണ് ഇതിനൊക്കെ ഒരു മാറ്റം വീഴുന്നത്? രാഷ്ട്രീയക്കാർ വിചാരിച്ചാലോ ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ നമുക്ക് നടക്കുന്നുണ്ടോ? ഇത് സ്ത്രീകൾക്ക് എല്ലായിടത്തും സമത്വം കൊടുക്കുന്നുണ്ട്, അവർക്ക് തുല്യ അവകാശമാണ്, എല്ലാ തുല്യതയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഈ ഒരു കാര്യത്തിലൊന്നും സ്ത്രീക്ക്, ശമ്പളത്തിൻ്റെ കാര്യത്തിലൊന്നും സ്ത്രീക്ക് എവിടെ ഇതുവരെ സമത്വം കിട്ടിയതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രതികരിക്കാനുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിക്കുക. ഓക്കെ.